ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ NDAയുടെ സഖ്യകക്ഷി ചൗട്ടാലയുടെ പാർട്ടി NDA മുന്നണി വിട്ടിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ലോക്സഭാ സീറ്റിൽ 5 എണ്ണത്തിൽ മാത്രം വിജയിക്കാനേ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന BJP പുതിയൊരു തന്ത്രവുമായി മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ബഹുഭൂരിപക്ഷം MLA-മാർക്കും സീറ്റ് ഉണ്ടാകില്ല, ഒപ്പം തന്നെ മന്ത്രിമാർക്കും സീറ്റ് ഉണ്ടാകില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച സിറ്റിംഗ് MP-മാർ പലരും തോറ്റിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് 90 അംഗ നിയമസഭയാണ് ഹരിയാനയിലുള്ളത്. അതിൽ 44 സീറ്റിൽ ജയിക്കാൻ മുൻതൂക്കമുണ്ട് എന്ന് BJP കരുതുന്നു. പക്ഷേ 46 സീറ്റിൽ പ്രതിപക്ഷത്തിനാണ് മുൻതൂക്കം ഉള്ളത്. അതുകൊണ്ട് തന്നെ ബനിയ ജാട്ട് ഇതര OBC ഇത് തന്നെയായിരുന്നു BJPയുടെ ഇതുവരെയുള്ള വിജയ ഫോർമുലയും. കാരണം ഈ ജാട്ട് ഇതര OBCയുടെ ഇടയിലുമൊക്കെ RSSന് വലിയ സ്വാധീനമാണ്. കാരണം RSSന് നിർണായക റോളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ഹരിയാനയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി നിർദ്ദേശങ്ങൾ മാനിച്ചായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. ജില്ലാ നേതാക്കളെ ആയിരിക്കും കൂടുതലായിട്ട് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുക എന്നാണ് പുറത്തു വരുന്ന വിവരം. 44 സീറ്റിലെ മുൻതൂക്കം അത് കടന്നുകൊണ്ട് 90-ൽ 46 സീറ്റുകൾ നേടിയാലാണ് ഭരിക്കാൻ കഴിയുന്നത്. അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് നടത്തുന്നത്. ഏതായാലും ജാട്ട് വിഭാഗം ഒഴിച്ചുള്ള OBCയിലും മറ്റ് വിഭാഗങ്ങളിലും ബനിയയിലുമൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ടായിരുന്നു BJP ആദ്യ തവണ അധികാരത്തിൽ വന്നു. പക്ഷേ കഴിഞ്ഞ തവണ അധികാരത്തിൽ അവർക്ക് എത്തണമായിരുന്നെങ്കിൽ ചൗട്ടാലയുടെ പാർട്ടിയുടെ പിന്തുണ ആവശ്യമായിരുന്നു. ഇപ്പോൾ ചൗട്ടാലയുടെ പാർട്ടി രണ്ടായിരിക്കുന്നു. അതിലൊരു വിഭാഗം മാത്രമാണ് BJPയുടെ കൂടെ ഉള്ളത്. ഏതായാലും ഹരിയാനയിലേക്ക് എത്തുമ്പോൾ BJP പുതിയ പാഠങ്ങൾ പയറ്റുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.